ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ ഒരു ദൈവവിശ്വാസിയാക്കി മാറ്റുന്നതും അവിശ്വാസിയാക്കി മാറ്റുന്നതും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ്. നമ്മുടെ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കാതെ, ആ സംശയങ്ങളിൽ വ്യക്തത തേടാതെ, ആ സംശയങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നാം അവിശ്വാസികളായി മാറും. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കി, സത്യം തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കി ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ പരിശ്രമിച്ചാൽ തീർച്ചയായും നാം വിശ്വാസികളായി മാറും. യേശുവിൽ പ്രിയ സഹോദരരിൽ നിന്ന് നാം ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് സ്ലീഹായിൽ നാം കാണുന്നത് തൻ്റെ മനസ്സിലെ സംശയങ്ങൾ മറച്ചു വെക്കാതെ അത് വിളിച്ചു പറയുമ്പോഴാണ് ഉദ്ധിതനായ യേശുവിനെ കാണുവാനും ആ തിരുമുറുകളിൽ സ്പർശിക്കുവാനും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധിതനായ യേശുവിനെ പ്രഘോഷിക്കുവാനുമുള്ള വിശ്വാസ ചൈതന്യം തോമാസ് സ്ലീഹായ്ക്ക് ലഭിക്കുന്നത്. സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ 10 പ്രാവശ്യമാണ് ഉദ്ധിതനായ ഈശോ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം യേശുനാഥൻ പറയുന്നു, എന്നെ തടയരുത്, ഞാൻ ഇനിയും പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടിട്ടില്ല. എമ്മാവസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരുടെ കൂടെ യേശുനാഥൻ കൂടെ നടക്കുമ്പോൾ അത് ഉദ്ധിതനായ യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ധിതനായ ഈശോ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ പത്രോസ് സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്തോസ് 15:7 പൗലോസ് സ്ലീഹ പറയുന്നു, ആദ്യം യാക്കോബിനും പിന്നീട് മറ്റു ശിഷ്യന്മാർക്കും അകാലജാതൻ എന്ന പോലെ എനിക്കും പ്രത്യക്ഷനായി. എന്നാൽ ഇവർക്കാർക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം ലഭിച്ചത് തോമാസ് സ്ലീഹായ്ക്ക് മാത്രമാണ്. ഈ ഉദ്ധിതനായ യേശുവിനെ സ്പർശിക്കുവാനും ആ തിരുമുറിവുകളുടെ ചൈതന്യം തിരിച്ചറിയുവാനുള്ള ആ ഒരു മഹാഭാഗ്യം ലഭിച്ചത് തോമാസ് സ്ലീഹായ്ക്കാണ്. അത് തോമാസ് സ്ലീഹായ്ക്ക് ലഭിച്ചതാകട്ടെ തോമാസ് സ്ലീഹയുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. അതിനാൽ പ്രിയ സഹോദരരെ, തോമാസ് സ്ലീഹയുടെ മനോഭാവം ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുകയും ഉദ്ധിതനായിട്ടില്ല എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ, യേശു ദൈവമാണെന്നുള്ള സംശയം നമുക്കുണ്ടാകുമ്പോൾ, ഉദ്ധാനം ചെയ്തിട്ടില്ല എന്ന സംശയം നമുക്കുണ്ടാകുമ്പോൾ, അത് ദൂരീകരിക്കുവാൻ, അത് വ്യക്തമാക്കുവാൻ തോമാസ് സ്ലീഹായെ പോലെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നടന്ന് പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ഉദ്ധിതനായ യേശുവിനെ കണ്ടെത്തുവാനും ആ യേശുവിൻ്റെ തിരുവിലാവിൽ സ്പർശിക്കുവാനും ആ യേശുവിൻ്റെ ഒരു ക്രിസ്താനുഭവത്തിലൂടെ കടന്നു പോകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുന്നത്. യേശു ഉദ്ധാനം ചെയ്തിട്ടില്ല എന്ന് പഠിക്കുവാനും പഠിപ്പിക്കുവാനും വിശ്വസിക്കുവാനും എളുപ്പമാണ്. എന്നാൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാത്തത് കൊണ്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ആ സംശയങ്ങൾ സത്യത്തിൻ്റെ മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ്. 1 യോഹന്നാൻ 1:1 നാം വായിക്കുന്നത്, ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും തൊട്ടറിഞ്ഞതുമായ സത്യദൈവ വചനത്തെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, തോമാസ് സ്ലീഹായെ പോലെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ തോമാസ് സ്ലീഹയെ പോലെ ആ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നടന്നു ചെല്ലുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. സാധാരണയായി നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വ്യക്തമായ ബോധ്യങ്ങളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നും ദേവാലയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നാം കണ്ടെത്തുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകളാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ. എന്നാൽ അപ്രകാരമായിരിക്കരുത് നാം ജീവിക്കേണ്ടത്, മറിച്ച് തോമാസ് സ്ലീഹായെ പോലെ ക്രിസ്തുവിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ സംശയങ്ങൾ മാറ്റപ്പെടുന്നത് എന്ന ബോധ്യത്തോടുകൂടി പ്രാർത്ഥനയിലും കൂദാശകളിലും പങ്കുചേർന്നുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തുവാനായി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ ക്രിസ്തുവിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ തോമാസ് സ്ലീഹായെ പോലെ ക്രിസ്തുവിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ആ സംശയങ്ങൾ മാറ്റിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തുവിനെ തൊട്ടറിയുവാനും അനുഭവിച്ചറിയുവാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമതായി, ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധയമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ.
കർത്താവ് കരുണാപുരം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.